നമ്മൾ സിവിൽ ഡിഫൻസിൻ്റെ പെരുന്നാൾ ഫയർ സ്റ്റേഷൻ്റെ അണ്ടറിലെ സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. ഒന്നല്ല രാത്രി ഇവിടെ സ്റ്റേഷനിൽ കോൾ വന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമുക്ക് റെഫർ ചെയ്തിരുന്നു. അവർക്ക് നമ്പർ കൊടുത്ത് അവരിന്നലെ രാത്രി ഒരു 10:30-11 മണിയായപ്പോൾ അവർ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, റെയറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ ചെന്നു. നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസും ഉണ്ട്, നമുക്ക് റെസ്ക്യൂവിൻ്റെ ലൈസൻസിൻ്റെ ടീമുകളാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി, ഇതൊരു റയർ പീസാണ് തോന്നി. അവർ അങ്ങനെ പിടിച്ച് വെച്ചതായിരുന്നു. അവിടെ അവരുടെ റൂമിൽ വന്നതായിരുന്നു. നമ്മളിന്ന് രാവിലെ പോയിങ്ങാണ്ട് കളക്ട് ചെയ്തങ്ങാണ്ട് കൊണ്ടുവന്നു. I wanna be the best in the game, invest in my name. എറാന്തോട് തോണിക്കര റോഡിൽ മറുകര മുഹമ്മദ് നിസാറിന്റെ വീടിന് സമീപത്ത് നിന്നാണ് അപൂർവമായി കാണാറുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ചിത്രവവാലിനെ കണ്ടെത്തിയത്. പെയിന്റഡ് ബാറ്റ്, ബട്ടർഫ്ലൈ ബാറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വവാൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ശ്രീലങ്ക, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്നവയാണ്. കെറിവോള പിക്ട എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഓറഞ്ച് നിറത്തിലുള്ള ജീവിയെ കണ്ട് ആദ്യം പൂമ്പാറ്റയാണെന്ന് കരുതിയ മുഹമ്മദ് നിസാറിന് പിന്നീട് വവ്വാലുമായി രൂപസാദൃശ്യം തോന്നി പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വോളണ്ടിയറും വനംവകുപ്പ് അനിമൽ റെസ്ക്യൂവറുമായ പി മുസമിൽ, പോസ്റ്റ് വാർഡൻ ഷിഹാബ് ചോലക്കൽ എന്നിവർ സ്ഥലത്തെത്തി സുരക്ഷിതമായി പിടിച്ച കൂട്ടിലാക്കുകയായിരുന്നു. പറ്റ ചെറുതാണ്, ആകെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ളത്. പറ്റ ചെറിയതായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ്, ഫുള്ള് ഓറഞ്ച് ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗവേഷകരുണ്ട്, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മളോട് സംരക്ഷിക്കാനാണ് പറഞ്ഞത്. ഗ്ലൂക്കോസിൻ്റെ വെള്ളം കൊടുക്കാൻ, അതുപോലെ ഈ പുഴുക്കൾ അതൊക്കെ ഇട്ട് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഒരു 2-3 ദിവസം നമ്മളോട് സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 26-ാം തീയതി ഒക്കെ ആയിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രവവാൽ ഇപ്പോൾ ഇവരുടെ പരിചരണത്തിലാണ്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.